നമസ്കാരം, ടിൻറ്റു തോമസ് ആണ്. ഇന്ന് നമ്മൾ കണ്ടംപററി സ്റ്റൈലിലുള്ള ഫ്ലോറിങ്സിനെ കുറിച്ചാണ്. കണ്ടംപററി സ്റ്റൈലിൽ നമ്മളിപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന കുറച്ച് ഫ്ലോറിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചും അതേപോലെ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കണ്ടംപററി സ്റ്റൈൽ ഇപ്പോൾ കൂടുതലായിട്ട് പുറത്തൊക്കെയാണല്ലോ. ഇപ്പോൾ നമ്മളുടെ തന്നെ കുറച്ച് എല്ലാവരും ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വെക്കുന്ന കസിൻസും അതേപോലെ നമ്മുടെ സുഹൃത്തുക്കളും നമ്മളിവിടെ പഠിച്ച എല്ലാവരും തന്നെ ഇപ്പോൾ NRI പുറത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ കൂടുതൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു സ്റ്റൈലിലുള്ള വീടുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടു പരിചയിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള വീടുകളെ പോലെയല്ല ഇപ്പോൾ പുതിയതായി നാട്ടിൽ വീട് വെക്കുന്ന എല്ലാവരും ആ ഒരു യൂറോപ്യൻ ടെക്സ്ചർ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട്. ബോക്സ് പോലത്തെ ഷേപ്പിലുള്ള വീടുകൾ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ ഇന്റീരിയർ ഡിസൈനേഴ്സും ആർക്കിടെക്റ്റൊക്കെ ആയിട്ട് എഞ്ചിനീയറെ കണ്ട് പ്ലാൻ വരപ്പിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഉണ്ടാവണമല്ലോ ഏത് ടൈപ്പിലുള്ള വീടുകളാണ് വെക്കുന്നതെന്ന്. അപ്പോൾ യൂറോപ്യൻ സ്റ്റൈലിലുള്ള വീടുകൾ കൂടുതലായിട്ട് നമ്മളുടെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ കണ്ടംപററി സ്റ്റൈലിലുള്ള വീടുകൾ വെക്കുമ്പോൾ മിക്കവരും തന്നെ ഇപ്പം ചെയ്യുന്നത് സിമ്പിൾ ലുക്കാണ്. ഇപ്പം സിംഗിൾ കളർ പെയിൻ്റ് ആയിരിക്കുമല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വീടിൻ്റെ അകത്തും മാക്സിമം സിമ്പിൾ കളറിലുള്ള തീമായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഫർണിച്ചേഴ്സിനെല്ലാം ഒറ്റ ഷെയ്ഡ്, അതേപോലെ തന്നെ ഇപ്പോൾ ഫ്ലോറിങ്സിൽ ടൈൽസ് എല്ലാം വരുന്നത് സിമ്പിൾ ഡിസൈൻസ് ആയിരിക്കും വരുന്നത്. പ്ലെയിൻ ഷെയ്ഡ്സ് വൈറ്റ് അല്ലെങ്കിൽ ബീജ് കളർ അങ്ങനത്തെ വിട്രിഫൈഡ് ടൈൽസ് ആണ് നമ്മൾ കണ്ടംപററി സ്റ്റൈലുള്ള വീടുകളിലേക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ലിവിങ് ആയാലും സിറ്റ് ഔട്ട് ആയാലും സ്റ്റെപ്പ് ആയാലും എല്ലാം നമുക്ക് പല സൈസിലുള്ള ടൈൽസ് നമുക്ക് സിമ്പിൾ കളറിലും പല ഡിസൈൻസിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ഗ്രാനൈറ്റ് മാർബിളും ഒക്കെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം യൂസ് ചെയ്തിട്ട് വിട്രിഫൈഡ് ടൈൽസ് കൂടുതൽ ഏരിയാസിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബാത്റൂംസും എല്ലാം വരുന്നത് ഒരുപാട് ഡിസൈൻസ് അങ്ങനെ വരത്തില്ല. ഫ്ലോറിന് ഉപയോഗിക്കുന്ന ടൈൽസ് തന്നെ വെച്ചിട്ടായിരിക്കും ബാത്റൂംസും കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്ത് പോകുന്നത്. മാക്സിമം ജോയിൻറ്റ് കുറച്ച് മാക്സിമം ഒരുപോലത്തെ ടൈൽസ് തന്നെ പോയി. അപ്പോൾ ഒറ്റ ഡിസൈനിൽ ടൈൽസ് ഇടുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ളതിനേക്കാളും വലിപ്പം നമ്മൾക്ക് കൂടുതൽ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊരു ബോർഡർ കൊടുത്താലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുന്നതെന്നാൽ നമ്മൾക്ക് ബെഡ്റൂമിലൊരു ഡിസൈൻ കൊടുക്കാം, അടുക്കളയിലൊരു ഡിസൈൻ കൊടുക്കാം, ലിവിങ്ങിലൊരു ഡിസൈൻ കൊടുക്കാം, സിറ്റ് ഔട്ടിൽ വേറൊരു ഡിസൈൻ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിങ്ക് ചെയ്യും. ബട്ട് അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പല ഡിസൈൻസ് ആയി പോകും. വീടിൻ്റെ ഒരു അകത്തെ ഒരു സ്പേസ് എന്ന് പറയുന്നത് അത്രയ്ക്ക് സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല പല ഡിസൈൻ വരുമ്പോൾ. അപ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ ന്യൂ ജനറേഷൻ അറിയാവുന്നത് കൊണ്ടും ഡിസ്കസ് ചെയ്യുമ്പോൾ ആർക്കിടെക്ട്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടും എല്ലാവരും മാക്സിമം ഒറ്റ ഡിസൈൻ തന്നെയാണ് കളറും തീമും എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടംപററി സ്റ്റൈലിൽ ഉള്ള വീടുകളുടെ പ്രത്യേകത ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് കൂടുതൽ മെറ്റീരിയലൊന്നും അധികം വാരി വലിച്ച് ഉപയോഗിക്കാതെ മാക്സിമം സിമ്പിളായിട്ടുള്ള ഡിസൈൻസിലും കാര്യങ്ങളും എല്ലാം പോയി ആ രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യുന്ന. ഇപ്പോൾ സ്റ്റെപ്പിനും സ്റ്റെയർ കേസിനും സിറ്റ് ഔട്ടിനൊക്കെ മാത്രമേ കൂടുതലും ഗ്രാനൈറ്റ് ഒക്കെ ഉപയോഗിക്കാറുള്ളൂ. ബാക്കിയെല്ലാം വിട്രിഫൈഡ് ടൈൽസ് തന്നെയാണ് കൂടുതലും ചൂസ് ചെയ്യുന്നത്. മാക്സിമം സിമ്പിൾ ലുക്ക്, കോസ്റ്റ് കുറച്ച് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇപ്പം കണ്ടംപററി സ്റ്റൈലുള്ള വീടുകൾ പോകുന്നത്. ഇനി നമുക്കിപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ ഒരു കണ്ടംപററി സ്റ്റൈലുള്ള വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബാക്കിയുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.